നമസ്കാരം. ഇറാനിലെ ആണവ പദ്ധതിയെ ചുറ്റിപ്പറ്റിയുള്ള അന്താരാഷ്ട്ര ആശങ്കകൾ വീണ്ടും ഉയരുന്ന സാഹചര്യത്തിൽ ലോകരാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് നയിക്കുന്ന അമേരിക്കൻ ഭരണകൂടം ഇറാനിൽ നിന്ന് ഏകദേശം 970 പൗണ്ട് അഥവാ 400 കിലോഗ്രാം വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം കരസേന ഉപയോഗിച്ച് പിടിച്ചെടുക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നതായാണ് വിവരം. ആണവായുധ നിർമ്മാണത്തിന് ഉപയോഗിക്കാവുന്ന ഈ അത്യന്തം സങ്കീർണവും അപകടകാരിയുമായ പദാർത്ഥം കൈവശപ്പെടുത്തുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിബന്ധനയായി ഈ ആണവ പദാർത്ഥങ്ങൾ വിട്ടുനൽകാൻ ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ ട്രംപ് തന്റെ ഉപദേശകർക്ക് നിർദ്ദേശം നൽകിയതായി വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ പക്കൽ ആണവ പദാർത്ഥങ്ങൾ സൂക്ഷിക്കാൻ അനുവദിക്കില്ല എന്ന് ട്രംപ് തന്റെ രാഷ്ട്രീയ സഖ്യകക്ഷികളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ചകളിലൂടെ ഇത് വിട്ടു നൽകാൻ ഇറാൻ തയ്യാറായില്ല എങ്കിൽ ബലപ്രയോഗത്തിലൂടെ അത് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്തതായും റിപ്പോർട്ടിൽ പറയുന്നു. ഈ ഭീഷണി നിലനിൽക്കുമ്പോഴും പാകിസ്ഥാൻ പ്രതിനിധികൾ വഴി അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തുന്ന പരോക്ഷ ചർച്ചകളിൽ പുരോഗതി ഉണ്ട് എന്ന് ട്രംപ് സൂചിപ്പിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഒരു കരാറിലെത്താൻ സാധിച്ചേക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങൾ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ മധ്യസ്ഥരായി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെയും യുഎസും ഇറാനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി നേരിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെട്ടിട്ടില്ല.